എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ഓൾ ക്രൂ ഓക്കെ ആണോ? അയ്യോ ഇത് മുറുകിട്ടില്ല സാർ. എന്തോന്നു ക്രൂ ഓൾ ക്രൂ ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ഓക്കെ ആണ് സാർ. ക്യാമറ ഓക്കെ ആണോ? സാറേ ഞാൻ ഈ ക്യാമറ എവിടെ വെക്കണം സാറേ? നീ ഇത് എവിടെ വെച്ചാലും കുഴപ്പമില്ല, ഇവരുടെയൊക്കെ മോഹം എനിക്ക് കിട്ടണം. ഓക്കെ സാർ. ഐശ്വര്യ ഓക്കെ ആണോ? അല്ല സാർ, ഐശ്വര്യ എസ് ആണ് സാർ. യെസ്സോ? അല്ല ഇൻഷലല്ലേ ചോദിച്ചേ? എന്റെ പൊന്നു കൊച്ചേ, അതല്ല, നീ ഓക്കെ ആണോ, റെഡി ആണോന്ന്? ആ ഓക്കെ സാർ, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയാലോ? എവിടെയാണ് സാർ? ഈ തേക്കടി. ഓ പിന്നെ ഇവിടെ അടുത്തുള്ള ലുലു മാളിൽ കൊണ്ടുപോകില്ല, പിന്നെയാണ് തേക്കടി. എന്റെ പൊന്നു കൊച്ചേടി, തേക്കടി നടി, തേക്ക് പോകാം. ഓ തേക്ക് പോവാന്ന്. ആ ഓക്കെ സാർ, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ആക്ഷൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും GDMRNG. അതെന്തോന്നടി? ഗുഡ് മോർണിംഗ് ഷോർട്ട് ഫോം സാറേ. എന്റെ പൊന്നു കൊച്ചേ, എന്റെ വായിക്കുന്ന ഷോർട്ട് ലൈൻ കേൾക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് ഡയലോഗ് പറ കേട്ടോ. ആ പറ സാറേ, പറ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ആക്ഷൻ. എല്ലാവർക്കും നീലമയിൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഈഴവ മൂവിയിലെ നായികയും നായകനുമാണ്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. വെൽക്കം. സോറി പാട്ട് കേട്ട എനിക്ക് ഇങ്ങനെയാണ്. സോറി. അഖിൽ ഹായ് സാർ. ഹായ് മാം. ഓ മാഡം, യുവർ ഡ്രസ് ഈസ് ഓസം. ആര് പറഞ്ഞു ഓസാണെന്ന്? ഞാൻ ഓസല്ല. എന്റെ കയ്യിൽ സ്വന്തം പൈസക്ക് ഞാൻ മേടിച്ചത്. മാഡം, മാഡത്തിന്റെ ഔട്ട്ഫിറ്റ് ഓസം ആണെന്ന്. അത് ഞാനല്ല, ആ പുള്ളിക്കാരനാണ്. എന്തോന്ന്? വെല്ലോന്റെ കയ്യിൽ നിന്ന് ഓസിന് അടിച്ചിട്ട് എവിടെയും പോയി പുള്ളിയോട് പോയി. ഞാനല്ല അങ്ങനെ അത്രക്കാരിയല്ല. മാഡം സുന്ദരിയാണെന്ന്. റിയലി? അപ്പൊ ഞാനോ? വലിയ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിനിമയിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിലെ ഡയറക്ടറും നായകനും ഒന്നാണ്. എവിടെ പോണ്? അല്ല ഇങ്ങനെ എഴുന്നേക്കണ്ടേ പേര് പറയുമ്പോ? അത് സ്കൂളിൽ അവിടെ ഇരിക്കും. അപ്പോ നമുക്ക് ആദ്യം ടൈറ്റിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിനെ വിളിക്കേണ്ടി വരും. എന്തിന്? പുള്ളിക്കാരനാണ് ഈ സിനിമ കഴിഞ്ഞ പിന്നെ ടൈറ്റ് എന്നല്ല, സിനിമ പേര് പറഞ്ഞു തുടങ്ങാന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. പറയൂ മേഡം. നരസിംഹം. നേരറിയാൻ CBI. മനസ്സിലായില്ല. സിനിമ പേര് പറഞ്ഞ് കളിക്കാന്നല്ലേ പറഞ്ഞേ? സിനിമ പേരല്ല, പിന്നെ നിങ്ങളുടെ സിനിമയുടെ പേര് എന്താണ് ഇടവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞ അതൊരു സിമ്പിള് പേരാണ്. ആണോ? അതല്ല ഇതൊരു ഈ സിനിമയുടെ ശരിക്കുള്ള പേര് ഇടവഴിയിലെ വെടി ഒച്ചകൾ. അതാണ് ഈ സിനിമയുടെ പേര്. ഇടവഴിയിലെ വെടി ഒച്ചകൾ. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇടവ. എന്താണ് ആ പേരിന്റെ അർത്ഥം? എന്താണ്? സത്യം പറഞ്ഞാൽ ഇതൊരു മോശ സിനിമയാണ്. അതൊരു പന്ന സിനിമയാണോ? ഈ കരയുന്നതിന് എന്ത് പറഞ്ഞേ? അങ്ങനത്തെ ഒരു സിനിമയാണ്. സാർ, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതിന്റെ ഒരു സാരാംശം കൊടുക്കാമോ? ഓക്കേ. No sir, no. No madam, no. No. I will angry. വിശക്കുന്നോ? അതല്ല, ഞാൻ കരയുമെന്ന്. അയ്യാ, ഞാൻ കരയും. എന്തായാലും പറഞ്ഞല്ലേ പറ്റും. സത്യം പറഞ്ഞ ഒരു പാവം പിടിച്ചൊരു ചെറുക്കന്റെ കഥയാണ്. പട്ടിണിപ്പാവം പിടിച്ച ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു ചെറുക്കൻ ഇടവഴിയിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. എന്തോന്ന് ഇതൊക്കെ? വെടിയൊച്ച മാഡം, ഓക്കേ, ഇറ്റ്സ് ഓക്കേ. കൂൾ. മാത്രമല്ല ഇത് മറ്റു 2 ഭാഷകളിലൂടെ ഈ സിനിമ ഇറക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു മൾട്ടിലിംഗൽ സിനിമയാണോ? ഏതൊക്കെ ഭാഷയിലോട്ടാണ് ഇത്? ഹിന്ദി, തമിഴ്. അപ്പോ അതിലോട്ട് പോകുമ്പോ ഇതിന്റെ പേരിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഒരു മാറ്റമില്ല. ഹിന്ദിയിലാകുമ്പോ ആപ്കാ ഇടവഴിക്ക ബോംബ് സത്ത് ഹേ. അപ്പൊ തമിഴിലാണെങ്കിലോ? തമിഴിലാണെങ്കിൽ അന്ത ഇടവഴിയിലെ ഗുണ്ട് സത്തോ. അങ്ങനാണെങ്കിൽ നമുക്ക് ഇനി പുതുമുഖ താരമായ മേഡത്തിൽ നിന്ന് തുടങ്ങാം. മേഡം, പേരൊന്ന് റിവീൽ ചെയ്യാമോ? My name is Genga. Genga? Yeah. Oh, Genga is a river. No, പോണ്ട. പോണ്ടേ സാറേ? അതല്ല, ഗംഗ ഇപ്പൊ പോണ്ട, അപ്പൊ പോണ്ട. പോണ്ടെന്ന് വെച്ചാൽ കുളമാണ് സാർ. പുള്ളിക്കാരി എന്ത് ചെയ്താലും കുളവാണ്. അങ്ങനെ മാഡം, ഈ സ്ക്രിപ്റ്റ് കണ്ടപ്പോ എന്താണ് തോന്നിയത്? സ്ക്രിപ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനാന്നോ? ഈ കഥ കേട്ടപ്പോ എന്താണ് തോന്നിയതെന്ന്? ഞാൻ കഥ കേട്ടില്ലല്ലോ. കേട്ടില്ല? ഇല്ല. അപ്പൊ
കഥ പോലും കേൾക്കാതെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്. അയ്യോ അതങ്ങനല്ല, കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സിനിമ കാണാൻ ചെല്ലുമ്പോൾ ട്വിസ്റ്റ് പൊളിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ കഥ കേൾക്കാത്തത്. മൊത്തം പോയില്ലേ? ഓ ടിസ്റ്റ് പൊളിയും അതുകൊണ്ട്. അല്ല സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ സാർ ഇതിനെ പറ്റി? ഏതിനെ പറ്റി? ഇതിന്റെ നായിക വേറെ ആരോ ആണെന്നൊക്കെ കേട്ടല്ലോ. അയ്യോ, സത്യം പറഞ്ഞ ഇതൊരു നായക പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. ആണോ? ആദ്യം ഞാൻ സത്യം പറഞ്ഞാൽ ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറഞ്ഞ നായികയുടെ അടുത്താണ് ഞാൻ ഇതിന്റെ കഥ പറഞ്ഞത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു 4 ആടുണ്ടെന്ന് പറഞ്ഞു. ആടുള്ളോണ്ടായിരിക്കും. പിന്നെ 2 പശുവുള്ള കൊച്ചു വന്നിട്ട് മാക്ക് അഭിനയിച്ചിട്ട് പോന്നു. ഇതൊക്കെ താരജാടാ പറയാനാണ്. എങ്ങനായാലും എന്താ, ഇന്ത്യൻ സിനിമയ്ക്ക് പുതിയൊരു നടിയെ കിട്ടിയില്ലേ? എക്സാക്ട്ലി. ഭാഗ്യമില്ല. താങ്ക് യു ശ്രീവിദ്യ. മാഡം ഈ സിനിമയിൽ അഭിനയിച്ചപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടോ? ബുദ്ധിമുട്ടാ, സ്ലാബ് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോൺക്രീറ്റ് പണിയൊക്കെ ഉണ്ടായിരുന്നോ? പുള്ളിക്കാരിയല്ലേ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ. അതല്ല, നമ്മൾ സംസാരിക്കില്ലേ? അങ്ങനാണെങ്കിൽ ഇനി സാറിലേക്ക് കിടക്കാം. സാറിന്റെ ക്യാരക്ടർ എന്തായിരുന്നു ഇതില്? സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടുമ്പുറത്തോടെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഒരാളാണ്. അതിനെ വെട്ടിലായിരുന്നു? അതല്ല, മറ്റേ 13 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ. മാഡത്തിന്റെ ക്യാരക്ടർ എന്തായിരുന്നു? ഞാൻ ഉള്ളിൽ തീയായിട്ട് അടുക്കളയിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളായിരുന്നു. അപ്പൊ അടുപ്പ് അതല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് നമുക്ക് നേരെ ഗെയിമിലോട്ട് കടന്നാലോ? ഗെയിമുണ്ട്, ഗെയിമൊക്കെ ഉണ്ട്. ചോദ്യമാണ് ഇനി അടുത്തത്. അങ്ങനെയാണെങ്കിൽ സാറാണ് കുസൃതി അല്ലേ സാറേ? നീയാണ്. ഹലോ ഇന്റർവ്യൂ ആണേ. ഇന്റർവ്യൂ ചോദിക്കട്ടെ. ഇതൊരു കുസൃതി ചോദ്യമാണ്. നിങ്ങൾ സിനിമാ ഫീൽഡിൽ ഉള്ളതായതുകൊണ്ട് അത് ഇന്ന് തുടങ്ങാം. ഒരു മയിൽപീലി വിടർത്തി ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പറയുമേള. തുമ്പത്തിരിക്കുന്നു, തുമ്പത്ത്. ഞാൻ കുറച്ചുകൂടെ കേറിയില്ല. അതല്ല, സാർ പറയൂ. സാർ എന്താണ് സാർ ഇത്? എനിക്കറിഞ്ഞൂടാ. ഞാൻ തന്നെ പറഞ്ഞുതരാം. പറഞ്ഞോളൂ. ഒരു മയിൽപീലി വിടർത്തി ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് പീലി പോസ്റ്റ്. വേറെ ക്വസ്റ്റ്യൻ ആണേ, ഉത്തരം പറയണം. ആലോചിച്ച് പറഞ്ഞാ മതി. സാറും മാഡം കൂടി കാറിൽ കാട്ടിൽ പോകുന്നു. ഒറ്റയ്ക്കോ? ഞാൻ കൂടില്ലേ? കുഴപ്പമില്ല. സങ്കല്പമാണ്. പറയട്ടെ. പോകുന്ന വഴിക്ക് പകുതി എത്തിയപ്പോൾ വഴി തീർന്നു പോയി. എങ്ങനെ രക്ഷപ്പെടും? സാർ, വഴി തീർന്നു പോയെന്നോ? നമുക്ക് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് രാവിലെ നടന്നിങ്ങി പോന്നാ പോരെ? സാർ ഉണ്ടാവുമോ? ഞാൻ ഉണ്ടാവും. പിന്നെ സാറുണ്ടെങ്കിൽ കുഴപ്പമില്ല. സങ്കല്പമാണ്. എല്ലാം സങ്കല്പം തന്നെ. നിങ്ങൾക്ക് ഉത്തരം അറിയത്തില്ല, ഞാൻ പറഞ്ഞു. വഴി തീർന്നിരിക്കുവല്ലേ? മാഡം കാറിൽ വെച്ചൊരു തമാശ പറയുന്നു. ആ തമാശ കേട്ട് സാറും മാഡം കൂടി പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടിച്ചിരിച്ചൊരു വഴിക്കാവുന്നു. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുന്നു. അയ്യോ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഒരു വഴിക്കായിട്ടുണ്ട്. ഞങ്ങൾ ആ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ. അല്ല, ഞാൻ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കണം ഞങ്ങളോട് ചോദിക്കില്ലേ? നിലവാരമുള്ള ചോദ്യം ചോദിക്കാൻ പറ്റും. ഫാമിലിയിലോട്ട് കിടക്കാം. ഫാമിലിയിലോട്ട് കിടക്കാം. മാഡത്തിന്റെ ലൈഫ്. അവിടെ വരെ പോണം. മാഡത്തിന്റെ ഫാമിലി. ഓക്കെ, മാഡം മാരീഡ് ആണോ? അതെ, ഞാൻ മാരീഡ് ആണ്. അപ്പൊ മക്കളൊക്കെ ട്വിൻസ് ആണ്. എന്തായിരുന്നു അവരുടെ പേരെന്തായിരുന്നു? ഒരാളുടെ പേര് ഞാൻ ഓർക്കട്ടെ. ഒരുപാട് നാളെ ഞാൻ കുടുംബത്തോട്ടൊക്കെ പോയിരുന്നു. തിരക്കുള്ള ആളല്ലേ? പീറ്റർ മറ്റായിരുന്നു എന്നോട് പറഞ്ഞു. പീറ്റർ. അപ്പൊ മറ്റേ ആള് റിപ്പീറ്റർ. അങ്ങനെയാണെങ്കിൽ മുന്നേ എന്തായിരുന്നു? ഞാൻ ആങ്കറിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ ഇപ്പൊ വിട്ടു നിൽക്കുകയാണ്. ബട്ടൺസ് വിട്ടുപോയോ? അല്ല, ഞാനിപ്പോ അവിടുന്ന് മാറി നിൽക്കുകയാണെന്ന് ഉദ്ദേശിച്ചു. ഓ, വിട്ടു നിൽക്കുകയാണ്. എന്താണ് കാരണം? എന്താണ്? ഡ്രസ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. ചാനലിന്നോ? അയ്യോ, ചാനലല്ല, ഡോക്ടർ പറഞ്ഞു. ഓ, സ്ട്രെസ്. ഈ മാഡത്തിന്റെ ഒരു തമാശകള്. ഇനി നേരെ നമുക്ക് സാറിന്റെ ഫാമിലിയിലോട്ട് പോവാം. എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ സിനിമയാണ്. അത്രക്ക് ഇഷ്ടമാണോ സിനിമയെ? അല്ല, എന്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം എന്റെ ഫാമിലിക്ക് വിളിക്കും. അതുകൊണ്ട് എന്റെ സിനിമ ഫാമിലിയാണ്. സാർ മൊത്തത്തിൽ എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? ഞാനിത് 3ാമത്തെ സിനിമയാണ് ചെയ്തത്. 3ാമത്തെ സിനിമയാണ്. അപ്പൊ ആദ്യത്തെ സിനിമ അച്ഛനെവിടെ? അച്ഛനെവിടെ? ഇത് കണ്ടിട്ട് നാട്ടുകാരും ചോദിച്ചു എവിടാ നിന്റെ തന്ത എവറാ? അങ്ങനെയാണെങ്കിൽ 2ാമത്തെ സിനിമയെ പറ്റി പറ. 2ാമത്തെ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. ആണോ? എങ്ങനായിരുന്നു അതിന്റെ പേര്? എങ്ങനായിരുന്നു? മൈ ഫാൾട്ട്. അപ്പൊ അത് കണ്ടിട്ട് എന്താണ് പ്രതികരണം? എന്താണ് ഇത് കണ്ടിട്ട് എന്റെ അച്ഛനും എന്നോട് പറഞ്ഞത് ഇത് തന്നെയാണ്. എന്ത്? മൈ ഫാൾട്ട്. സാർ, ഈ
ഈ വ്യാജ പകർപ്പ് ഇറക്കുന്നവരെ പറ്റി എന്താണ് സാറിന്റെ അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ അത് മോശമല്ലേ? മോശം. എനിക്ക് അമ്മാരെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അമ്മാരെ ഇടിച്ച് നൂത്ത് നാശമാക്കും. എനിക്ക് കണ്ടുകൂടാ അമ്മാരെ. അത്രക്ക് ദേഷ്യമാണ്. പിന്നെ ദേഷ്യം വരായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അമ്മാരെ എല്ലാ സിനിമയുടെയും പ്രിന്റ് എടുത്തിട്ട് അമ്മാര് ഇറക്കത്തില്ലേ? ഇന്നേ വരെ എന്റെ സിനിമയുടെ ഇറക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഇറക്കുന്നില്ല? എന്റെ സിനിമ എന്താ സിനിമയല്ലേ? 10 പേര് അമ്മാർക്ക് എന്തോ കുഴപ്പം? സാറിന്റെ മൂഡൊന്ന് മാറ്റാം. അങ്ങനെയാണെന്നെങ്കിൽ ഇപ്പുറത്തോട്ട് എന്തിന് മൂഡ് മാറ്റുന്ന കേസ് എന്താ? ഒരു ഗെയിം കളിക്കാന്ന്. ഒരു രസിപ്പിക്കുന്ന ഗെയിം, ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഗെയിം ആണേ. അതിനാ ലോൺ കിട്ടുമോ? ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാർ മേഡം ഒന്ന് എണീറ്റിക്കണേ. എണീറ്റ് തിരിഞ്ഞു നിക്കണേ. ദൂരത്തല്ല, ചേർന്ന് നിക്ക്. പറയണ്ടേ, എനിക്കും അതാണ് വേണ്ടത്. അപ്പൊ സാർ മേഡം എന്നെ നോക്കി നിൽക്കൂ. സാർക്ക് ആ ക്യാമറ നോക്കി നിൽക്കൂ. ഇതൊരു ബലൂൺ ആണ്. ഈ ബലൂൺ ഞാൻ നിങ്ങൾക്കിടയിലോട്ട് ഇങ്ങനെ വയ്ക്കുന്നു. ഇത് താഴെ വീഴാതെ നിങ്ങൾ പൊട്ടിക്കണം. അപ്പോ യുവർ ഗെയിം സ്റ്റാർട്ട്സ് നൗ. താഴെ വീഴരുത്. ഇല്ല, താഴെ വീഴരുത്. പൊട്ടുന്നില്ലേ? ഇങ്ങനെയാണെങ്കിൽ സാറിന്റെ സിനിമയായിരുന്നു നല്ലത്. പെട്ടെന്ന് പൊട്ടിയാനെ. എന്നാ ഒരു ഐഡിയ ഉണ്ട്. അങ്ങോട്ട് പോ. സാറേ എവിടെ പോകുന്നു സാറേ? നമുക്ക് അപ്പുറത്ത് കൊണ്ട് കുത്തിപ്പിടിച്ചിട്ട് വരാം. അത് വേണ്ട സാറേ. പോകൂല സാർ. ഒരു കാര്യം പറയട്ടെ. അല്ല, ഞാൻ വേറെ ഐഡിയ പറഞ്ഞാലോ? എന്താണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞു നിന്നിട്ട് നമുക്ക് ചെയ്താലോ? സാറിനെ ഞാൻ പൊട്ടിക്കണോ? വേണ്ട. സാർ ഒരു കാര്യം ചെയ്യാവോ? ഭയങ്കര ക്ഷീണം, ഞാൻ ഭയങ്കര ടയർഡാണ് സാർ. അതുകൊണ്ട് എനിക്കൊന്ന് ഇരിക്കാനോ? ബോൾ പോയാൽ നമ്മൾ തോക്കില്ലേ? താഴെ പോകരുതല്ലേ സാർ? നോക്കിയിരിക്കണേ സാറേ. നോക്കിയിരിക്കണേ. മേഡം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മേഡം? 1 ലൈൻ പ്ലീസ്. ഒരു മിനിറ്റ്. മേഡം ഇതെന്തോന്ന്? 1 ലൈൻ ബുക്ക്. 1 ലൈൻ ബുക്ക് കൊണ്ട് വന്നേക്കും. കുടിക്കാൻ എന്തെങ്കിലും തരാനാ ഞാൻ പറഞ്ഞത്. കുടിക്കാൻ? ഗെയിമിന്റെ സമയം തീർന്നു. സാറേ തീർന്ന ഗെയിം തീർന്നു. സാറേ എന്തിനാ സാറേ കരയുന്നത്? എന്റെ ആരാധകർ എന്ത് വിചാരിക്കാൻ? ഇത്രയും സിനിമ പൊട്ടിച്ച എനിക്ക് ഈ ബലൂൺ പൊട്ടിക്കാൻ കഴിവില്ലെന്ന് വിചാരിക്കത്തില്ലേ? സാറേ യു ആർ നോട്ടി. അവിടുത്തെ സന്തോഷം നോക്കിക്ക് ആ പിള്ളേരുടെ ഒരു സ്കിറ്റ് ലൈവായിട്ട് കണ്ടേന്റെ അല്ലേ അനുശ്രീ? അതെ. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ സ്കിറ്റ്? അടിപൊളിയായിരുന്നു. ആർക്കൊക്കെ അഖിലിനെ പോലെ തോന്നിച്ചു അല്ലെ? ആ ഫസ്റ്റ് ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അഖില് ചെയ്യുന്ന അഖിലും ഷൈനും കല്യാണം കഴിച്ച ഇങ്ങനത്തെ ഒരു കുട്ടി. ആദ്യം വന്നപ്പോ അഖിലിനെ പോലെ തോന്നി. അഖിലിന്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ അവന്. കുറച്ചപ്പോ കാലെടുത്ത് സെറ്റ് ചെയ്ത് മേളിൽ വെച്ചപ്പോ കറക്റ്റ് ആക്കി. ഐശ്വര്യന്റെ എനർജി ഈസ് ടു ഗുഡ്. നല്ല ബോഡി. ആ മോളിൽ നിന്ന് ഒരു ചാട്ട ഇരുന്ന് താഴ്ത്തി അതൊക്കെ സൂപ്പറായിരുന്നു. ശരത് സോ ബ്യൂട്ടിഫുൾ ഗേൾ. നന്നായിട്ടുണ്ട്. ഇവരുടെ കോസ്റ്റ്യൂമിലും അടിപൊളിയായി, ഇവരുടെ സ്കിറ്റും അടിപൊളിയായി, നമ്മളും ഒരുപാട് ചിരിച്ചു. ബാറ്ററി എത്രത്തോളം ഹാപ്പി ആയി ഇനി നമുക്ക് നോക്കിയാലോ? നോക്കാം. പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ പണമൊഴുകണ കളി എന്താണ് ശരത്? എനിവേസ് വി ആർ സോ ഹാപ്പി. കാരണം നിങ്ങളുടെ ഗ്രാഫും അതുപോലെ തന്നെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് തന്നെ ഇങ്ങനെ കീപ്പ് അപ്പ് ചെയ്യാം. 75,000 എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ബാറ്ററി ഇതുവരെ മാർക്കും അൺലോക്ക് ചെയ്യാൻ പറ്റി. അത് ഏത് ടീം അൺലോക്ക് ചെയ്യുമെന്ന് ആലോചന ഞങ്ങളും വെയിറ്റ് ചെയ്യാണ്. എത്രയും പെട്ടെന്ന് അതും സാധിക്കട്ടെ. അപ്പം ശ്വേ ചേച്ചി പൈസ ഇട്ട് കൊടുത്തോ? ചേച്ചി ഒരു കാര്യം പറഞ്ഞേ. പൈസ വേണ്ട. ശരത്ത് പറയുന്നു പൈസ വേണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ വീണ്ടും ഒരിക്കൽ കൂടെ എന്റെ ഇൻചാർജ് ആശ മാഡം, പിന്നെ നഴ്സിംഗ് സൂപ്രണ്ട് പുഷ്പ മാഡം, പിന്നെ ഞങ്ങളുടെ CNO TP ബേബി മാഡം, നിങ്ങളെല്ലാരും അന്വേഷിച്ചെന്ന് പറയാം. നേഴ്സാണോ? ആശ, പുഷ്പ, ബേബി 3 പേർക്കും ഒരു വലിയൊരു നമസ്കാരം. അപ്പൊ ശ്വേ ചേച്ചി സൂപ്പർ. 50,000 rupees credited. Congratulations. അപ്പൊ നമ്മൾ വീണ്ടും കാണും.